പത്രപരസ്യം നൽകിയതിൽ എന്താ തെറ്റ്? ഞങ്ങൾ വി ഡി സതീശനോട് ചോദിക്കണോ പത്രത്തിന് പരസ്യം കൊടുക്കുക? ഞങ്ങൾ ഏത് പത്രത്തിനാണ് പരസ്യം കൊടുത്തത്? സുന്നിയുടെ മുഖപത്രം. സുന്നിയുടെ രാഷ്ട്രീയ നയം എന്തെന്നറിയോ? അതൊരു സാമുദായിക സംഘടന തന്നെയാണ്. പക്ഷെ അവരെടുക്കുന്ന നിലപാട് മതനിരപേക്ഷതയെ ശക്തിപ്പെടുത്തിയാലേ ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിയൂ എന്ന നിലപാട് സ്വീകരിക്കുന്നവരാണ് സുന്നി. അവരുടെ പത്രത്തിൽ കൊടുക്കാൻ പറ്റില്ലേ? പിന്നെ ഇവര് കോൺഗ്രസിന്റെ വീക്ഷണത്തിൽ കൊടുക്കണോ? പിന്നെ RSSന്റെ പത്രത്തിൽ കൊടുക്കണോ? പരസ്യം കൊടുക്കുന്നത് സാധാരണ എല്ലാ പാർട്ടിക്കാരും കൊടുക്കുന്നില്ലേ? മുസ്ലിം സമുദായത്തിന് മാത്രം മതിയോ ഈ മതനിരപേക്ഷതയെ കുറിച്ചുള്ള പരസ്യം? മറ്റ് സമുദായങ്ങൾക്ക് ഇത് ആവശ്യമില്ലേ? അതെന്തുകൊണ്ടാണ് മുസ്ലിം പത്രങ്ങളിൽ മാത്രം ഇത് കൊടുക്കുന്നത്? ഞങ്ങൾ എല്ലാ പത്രങ്ങളിലും പരസ്യം കൊടുക്കാറുണ്ട്, എല്ലാ പത്രങ്ങളിലും വാർത്ത കൊടുക്കാറുണ്ട്. അത് പത്രക്കാർ പോയി ചോദിക്കണം. ഒരു പത്രത്തിന് പരസ്യം കൊടുക്കാൻ ആ പത്രക്കാർ സമീപിക്കും. തെരഞ്ഞെടുപ്പ് കാലത്ത് സമീപിച്ചു. ഞങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നിശ്ചിതമായിട്ടുള്ളതല്ല, തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ള കാര്യം വന്ന് ചോദിച്ചു അവർക്ക് പരസ്യമായിട്ട് കൊടുത്തു. ചെറിയ പരസ്യമാണ് ഇത്. ഞങ്ങൾ പരസ്യം കൊടുത്തില്ലെങ്കിലും പ്രത്യക്ഷത്തിൽ പരസ്യമല്ല എന്ന നിലയിലല്ലേ BJP UDF പരസ്യം കൊടുക്കുന്നത്? ചാനൽ അങ്ങനെയല്ലേ വിലക്കെടുക്കുന്നത്? ചാനലിന് മണിക്കൂറുകൾ നിശ്ചയിച്ച് വിലക്ക് വാങ്ങി പ്രക്ഷേപണം നടത്തുന്നില്ലേ? ഇതെല്ലാം പകൽ വെളിച്ചം പോലെ ഈ കേരളത്തിലുള്ളതല്ലേ? ഞങ്ങൾ ശരിയായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഏത് പത്രത്തിന് പരസ്യം കൊടുക്കണം? ഞങ്ങളുടെ വളർച്ചയ്ക്കും ഞങ്ങളുടെ വിജയത്തിനും വേണ്ടിയിട്ടുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. എന്ത് ആഘാതം ഉണ്ടാക്കുന്നത്? എല്ലാവരും വായിച്ച് ഞങ്ങളെ മനസ്സിലാക്കട്ടെ. ന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരും എല്ലാവരും ഞങ്ങളെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കട്ടെ. അവർ മതനിരപേക്ഷതയുടെ ഭാഗമായി തീരട്ടെ. അവരുടെ രാഷ്ട്രീയ നയങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പമാകട്ടെ. ഈ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം എല്ലാവരും ഒന്നിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിലയിൽ ഞങ്ങൾ പരസ്യം കൊടുക്കുന്നു, പ്രചരണം നടത്തുന്നു, മീറ്റിംഗ് നടത്തുന്നു, പൊതുയോഗം നടത്തുന്നു. ഞങ്ങളൊക്കെ സ്വീകരിക്കുന്നു. അത് ഞങ്ങളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് അനുസരിച്ചിട്ടാണ്. പരസ്യം കൊടുത്തതിൽ തന്നെ ഒരു പത്രം ഇന്നിപ്പോൾ മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ലൈൻ ശരിയായില്ല എന്നാണ് ഈ പത്രം. അല്ല, പത്രത്തിന്റെ മുഖപ്രസംഗം എന്ന് പറയുന്നത് അവരുടെ കാര്യം. ഇത് പരസ്യമാണ്. പരസ്യം ആ പത്രത്തിന്റെ നടത്തിപ്പുകാരുടേതാകണമെന്നില്ല. ഇപ്പം ഞങ്ങൾ ദേശാഭിമാനിയിൽ പണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ദേശാഭിമാനി ജനറൽ മാനേജറായ സമയത്ത് കോൺഗ്രസിന് വോട്ടഭ്യർത്ഥിച്ച് ചൂടുള്ള പരസ്യം കൊടുത്തിട്ടില്ലേ? പത്രങ്ങൾ കൊടുക്കാറുണ്ട്. ഞങ്ങൾ ഇന്ത്യ ഗവൺമെൻറ് കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോൾ അവർ അധികാരത്തിലിരുന്നു കൊണ്ട് ഇന്ത്യയിലാകെ പരസ്യം കൊടുക്കുന്ന കൂട്ടത്തിൽ കേരളത്തിൽ ഞങ്ങളുടെ പത്രത്തിൽ പരസ്യം തന്നിട്ടില്ലേ? ഞങ്ങളുടെ പത്രം കൈക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ പത്രത്തിൽ വന്നിട്ടില്ലേ പരസ്യം? അത് പത്രങ്ങൾ ചെയ്യുന്ന നിലപാടാണ്. പത്രങ്ങളുടെ ധർമ്മം പാലിക്കും. ആ ധർമ്മം പാലിക്കുമ്പോൾ എന്തിനാ ഇങ്ങനെ ബേജാറാകുന്നത്? ഈ പത്രങ്ങളിലൊക്കെ പരസ്യം വരുമ്പോൾ ബേജാറാകുക, ഭയപ്പെടുക, അങ്ങനെ ഭയപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക, നിലവിളിക്കുക, ഇതെല്ലാം അവരുടെ പാപ്പരത്വത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങൾക്കതൊന്നുമില്ല. ഞങ്ങളെല്ലാം തുറന്ന പുസ്തകമാണ്. എല്ലാ കാര്യങ്ങളും ജനങ്ങളുടെ മുമ്പാകെ വിശദീകരിച്ചുകൊണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഓരോ പ്രവർത്തനങ്ങളും. ഭൂരിപക്ഷം കുറഞ്ഞു പോയി എന്നുള്ള കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണൻ ഭൂരിപക്ഷം തവണ ലഭിച്ചില്ല. അപ്പോൾ അതൊരു പോരായ്മയായി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് ഏതെങ്കിലും എനിക്ക് തോന്നുന്നത് മിക്ക പാർട്ടികൾക്കും 21 അതിന് മുമ്പുള്ള ഇതിന് വ്യത്യസ്തമാണ്. കഴിഞ്ഞ 21 തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നടന്ന 24 തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ നടന്നുള്ള തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പുകൾക്കൊക്കെ വ്യത്യസ്ത ഫലമുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലെല്ലാം പൊതുവായി ഞങ്ങൾ കാണുന്നത് ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു കാറ്റാണ്. ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു ജനവികാരവും ഇല്ലെന്ന് മാത്രമല്ല, അനുകൂലമാണ്. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുന്നു. കേരളം ഇനിയും വളരണം, വികസിക്കണം, ഒരു പുതിയ കേരളം ഉണ്ടാകണം. 59 സഖാ VMS, 57 സഖാ VMS തുടങ്ങിവെച്ച കേരളത്തിൻ്റെ സൃഷ്ടി, ഭൂപരിഷ്കരണം, കാർഷിക രംഗത്ത് മാറ്റം, വ്യവസായ രംഗത്ത് പുരോഗതി, വിദ്യാഭ്യാസ രംഗം, ആരോഗ്യരംഗം, എല്ലാ രംഗങ്ങളിലും കേരളം അഭിവൃദ്ധിപ്പെട്ട് 3.5 കോടി മലയാളികളുടെ ജന്മനാട് ഐശ്വര്യപൂർണ്ണമാകണം. ഇനിയുമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം. അതിദരിദ്രരില്ലാത്തൊരു കേരളമായി കേരളം വളരുകയാണ്.
ഇത് ഇടതുപക്ഷ നയം കൊണ്ടാണ്. കേരളം വികസിക്കുന്ന ഇടതുപക്ഷ നയം കൊണ്ടാണ്. എല്ലാ വികസനത്തെയും തടസ്സപ്പെടുത്താൻ കച്ചകെട്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളവരാണ് UDF. അവർക്കതുപോലെ തന്നെ അവർക്ക് നാശമുണ്ടാകും. അങ്ങയുടെ ആത്മകഥയെ ചുറ്റിപ്പറ്റിയും ചില ആരോപണങ്ങൾ കൊണ്ടുവന്നു, പക്ഷെ അതെല്ലാം ചുറ്റിപ്പോയെന്ന് തോന്നുന്നു. ചുറ്റിപ്പോയില്ലേ? അത് മതി. ഇല്ല, തുടങ്ങി, അത് പൂർത്തിയായില്ല. പൂർത്തിയായാൽ അത് അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറയും. കേസുമായിട്ട് മുമ്പോട്ട് പോകാം. പിന്നെന്താ, എൻ്റെ അടുക്ക അവിടുത്തെ ഞാൻ DGPക്ക് പരാതി കൊടുത്തു. പരാതിയുടെ അടിസ്ഥാനത്തിൽ DGP പിന്നെ ഉദ്യോഗസ്ഥന്മാർ, ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്മാർ വന്ന് ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അത് മാത്രമല്ല, ഞാൻ നിയമ നടപടികളും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും ജയരാജേട്ടനെ കേന്ദ്രീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഇങ്ങനെ കൂടിക്കാഴ്ച. അതിനെനിക്ക് നല്ലൊരു മറുപടി ഉണ്ട്. പക്ഷേ ഞാനത് പറയുമ്പോൾ എന്നെ പുകഴ്ത്തലാകും എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല. മാങ്ങിയുള്ള മാവിലെ കല്ലെറിയുന്നുള്ള. ഏതായാലും കുറേ കാലമായില്ലേ എന്നെ വേട്ടയാടുന്നു. ഞാൻ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകും, ഞാൻ തൃശ്ശൂരിൽ കുറേ കാലം അവിടുത്തെ പാർട്ടി സെക്രട്ടറിയെ പ്രവർത്തിച്ച ആളാണ്. ശോഭാ സിറ്റിയിൽ എനിക്ക് വീടുണ്ടെന്ന് എഴുതി വെച്ചവരല്ലേ? തൃശ്ശൂരിൽ പിണറായി വിജയന് വീടുണ്ടെന്ന് എഴുതിയവരല്ലേ? ശോഭാ സിറ്റിയിൽ എനിക്ക് വീടുണ്ടെന്ന് എഴുതിയവരല്ലേ? എൻ്റെ പാപ്പിനിശ്ശേരി വീടിൻ്റെ മുമ്പിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്ന് എഴുതിയവരല്ലേ? എന്തൊക്കെ എഴുതിയിരുന്നു? യന്ത്രക്കല്ല് കൊണ്ട് വീടുണ്ടാക്കുമെന്ന് പറഞ്ഞവരല്ലേ? ഇത് എത്ര കാലമായി പറയാൻ തുടങ്ങി? ആ വ്യക്തിഹത്യ കൊണ്ടൊന്നും ഞാൻ തകരില്ല. എൻ്റെ രാഷ്ട്രീയ ലക്ഷ്യമാണ് എൻ്റെ കരുത്ത്. ആ കരുത്തോടു കൂടി ഞാൻ മുന്നോട്ട് പോകും. അതുകൊണ്ട് ഇത്തരത്തിൽ വ്യക്തിഹത്യക്ക് പുറപ്പെടുന്നവർ ആലോചിക്കുന്നത് നല്ലതായിരിക്കും. അവർക്ക് അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളും യജമാനന്മാരോടുള്ള അവരുടെ വിധേയത്വവും ഒക്കെ ആയിരിക്കാം. പക്ഷേ മാധ്യമങ്ങൾ അങ്ങനെയാകരുത്. അതോടൊപ്പം തന്നെ ഈ കള്ളപ്പണം പരിശോധന, കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ വനിതകളുടെ റൂമിൽ കയറി പരിശോധന നടത്തിയതും പത്രത്തിൽ പരസ്യം, അതൊക്കെ അബദ്ധമായി എന്നൊരു വിലയിരുത്തൽ കൂടി വരുന്നുണ്ട്. ഇതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ മാർക്സിസ്റ്റിൻ്റെയോ LDFിൻ്റെയോ സഖാക്കൾ ചെന്ന് പരിശോധിക്കുന്നതല്ല. ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു, കള്ളപ്പണം വന്നിട്ടുണ്ട്. പണം വന്നിട്ടില്ലേ? ഇല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? പണമൊന്നുമില്ലാതെയാണോ UDF ഇവിടെ പ്രവർത്തിച്ചത്? പാലക്കാട് പ്രവർത്തിച്ച ആളുകൾക്കറിയാമത്, പണത്തിൻ്റെ ഒഴുക്ക്. അവിടെ മാത്രമാണോ? കർണാടക തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ, കഴിഞ്ഞ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 150 കോടിയല്ലേ കർണാടകത്തിൽ മത്സ്യവണ്ടി കൊടുത്തേച്ചത്? അതൊക്കെ വാങ്ങുകയും ചെലവഴിക്കുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തൊരു പാർട്ടിക്ക് അവരിവിടെയും അത് തന്നെയാണ് ചെയ്യുന്നത്. വലിയ തോതിൽ അവർ പണമൊഴുക്കിയിട്ടുണ്ട്. BJP പണമൊഴുക്കിയിട്ടുണ്ട്. കണ്ടമാനം പണമൊഴുക്കിയിട്ടുണ്ട്. പണത്തിൻ്റെ സ്വാധീനത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയണം. വോട്ട് വിലക്ക് വാങ്ങാൻ കഴിയുന്നതല്ല എന്ന് ജനങ്ങൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ള ജനാധിപത്യം വിലക്ക് വാങ്ങാൻ ഒരാളെയും അനുവദിക്കാൻ പാടില്ല. അതാണ് നമ്മുടെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയമാണ് വിജയിച്ചു വരേണ്ടത്. ഇവിടെ പോലീസ് ഇൻഫർമേഷൻ കിട്ടി. ആ പോലീസ് ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുന്നു. അതിലൊന്നും ഞങ്ങൾ ഉത്തരവാദികളല്ല.